RRB എക്സാംസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെയിൽവേയുടെ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നു. RRB NTPC, RRB ALP, അതുപോലെ RRB ജൂനിയർ എഞ്ചിനീയർ, ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ റെയിൽവേ എക്സാംസിന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ ടോപ്പിക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ പലരും പഠിക്കാൻ ബുദ്ധിമുട്ട് കാണുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പിക്കാണ് കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ. കോൺകേവ് മിറേഴ്സ് മാത്രമല്ല, ആ കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും ഇമേജ് ഫോർമേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചെറിയൊരു കാര്യമാണ്, ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇമേജ് ഫോർമേഷനിലേക്ക് വരുന്നതിന് മുമ്പ് മിറേഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. മിറേഴ്സ് എന്താണ്? മിറേഴ്സ് എന്ന് പറയുന്നത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസുകളാണ്. ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന മിറേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. എന്താണ് രണ്ടായിട്ട് തരംതിരിക്കുന്നത്? ഒന്ന് പ്ലെയിൻ മിറർ എന്നും മറ്റൊന്ന് സ്ഫെറിക്കൽ മിറർ എന്നും. പ്ലെയിൻ മിറർ എന്നും സ്ഫെറിക്കൽ മിറർ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. പ്ലെയിൻ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ് സ്ട്രെയിറ്റ് ആണ് അല്ലെങ്കിൽ പ്ലെയിൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സർഫസിലാണ് ലൈറ്റ് വന്ന് പതിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു പോകുന്നത്. ഇങ്ങനെയുള്ള മിറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ മിറേഴ്സ്. ഇനിയും എന്താണ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് ചോദിച്ചാൽ, റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു സ്ഫിയറിൻ്റെ ഭാഗമായിരിക്കും. സ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബോൾ നമ്മൾ കാണുന്ന സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ് അല്ലേ. അപ്പോൾ സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ആ സ്ഫിയർ എന്ന് പറയുന്ന ഈ ബോളിനെ നമ്മൾ കട്ട് ചെയ്താൽ അകത്ത് വരുന്ന ഇത്രയും സർഫസ് എടുക്കാം, അത് സ്ഫിയറിൻ്റെ ഒരു ഭാഗമല്ലേ. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ ആയിരിക്കും. ഒരു പക്ഷേ ഇങ്ങനെ ഈ ഒരു സർഫസിലായിരിക്കും ലൈറ്റ് വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ പുറത്തെ സർഫസും ആവാം. ഇങ്ങനെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ അങ്ങനെയുള്ള മിറേഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്ഫെറിക്കൽ മിറേഴ്സ്. ഇവിടെ പ്ലെയിൻ മിറേഴ്സിനെ സംബന്ധിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിൻ ആയിരുന്നു അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിരുന്നു. സ്ഫെറിക്കൽ മിറേഴ്സിനെ സംബന്ധിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ ഭാഗമായ സർഫസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഫെറിക്കൽ മിറേഴ്സിനെയാണ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ആദ്യത്തേത് കോൺകേവ് മിറർ എന്നും രണ്ടാമത്തത് കോൺവെക്സ് മിറർ എന്നും. അപ്പോൾ സ്ഫെറിക്കൽ മിറേഴ്സിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. കോൺകേവ് മിറർ എന്നും കോൺവെക്സ് മിറർ എന്നും. വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള. ഇതിപ്പം 3 ഡയമെൻഷനിലായിട്ട് വേണം. ഞാനിപ്പോൾ പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. കാരണം ഇത് ഒരു ബോൾ ഇമാജിൻ ചെയ്യുക. ഒരു ബോൾ നിങ്ങളൊരു പ്ലെയിൻ വെച്ചത് ഇങ്ങനെ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന അകത്തൊരു സർഫസ് ഉണ്ടല്ലോ, അകത്തും ഒരു സർഫസ് ഉണ്ട്, ആ ബോളിന് വെളിയിലും ഒരു സർഫസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഒരു 3 ഡയമെൻഷനിലായിട്ടാണ് കരുതണ്ടേ. അപ്പോൾ അതിനെ ഞാൻ എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു ആർക്കായിട്ട് ഞാൻ വരച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സർഫസ് ആയിരിക്കും റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞു. ഇനി കോൺകേവ് സർഫസ് അല്ലെങ്കിൽ കോൺകേവ് മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്ന അകംവശമായിരിക്കും. അതായത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ആ സർഫസിലാണ് ലൈറ്റ് വന്ന് പതിക്കുന്നതും റിഫ്ലക്റ്റ് ചെയ്യുന്നതുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നു. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന സർഫസിലാണ് ലൈറ്റ് വന്ന് പതിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോൺകേവ് മിറർ. നമ്മൾ ഇങ്ങനെയാണ് ഒരു കോൺകേവ് മിററിനെ ഡിനോട്ട് ചെയ്യുന്നു അല്ലേ. അതായത് വെളിയിൽ ലൈറ്റ് ഇതുവഴി കടന്നു പോകില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് വന്ന് പതിക്കുന്ന ഭാഗം ഇവിടെയാണ്. അപ്പോൾ ഇത് കോൺകേവ് മിറർ ആകുമ്പം കോൺവെക്സ് മിറർ എന്തായിരിക്കും? ലൈറ്റ് വന്ന് പതിക്കുന്ന ഭാഗം വെളിവശമായിരിക്കും അല്ലേ. ഈ ഭാഗത്തായിരിക്കും ലൈറ്റ് വന്ന് പതിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് കോൺവെക്സ് മിറർ. അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് വെളിയിലേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോൺവെക്സ് മിറർ. അപ്പോൾ കോൺകേവ് മിററും കോൺവെക്സ് മിററും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ പ്ലെയിൻ മിറർ എന്താണെന്ന് പറഞ്ഞു, സ്ഫെറിക്കൽ മിറർ എന്താണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം കോൺകേവ് മിറർ എന്താണെന്നും കോൺവെക്സ് മിറർ എന്താണെന്നും പറഞ്ഞു. ഇതിൽ പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതിലധികം സംശയങ്ങളൊന്നും പലർക്കും ഉണ്ടാവില്ല. പക്ഷേ കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും ഇമേജ് ഫോർമേഷൻ പഠിക്കാനായാലും പലരും സംശയം പലപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ കോൺകേവ് മിറർ ഇമേജ് ഫോർമേഷൻ നമുക്ക് ആദ്യം പഠിക്കാം. കോൺകേവ് മിററും അതിൻ്റെ ഇമേജ് ഫോർമേഷനും നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പഠിക്കാം. എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ആയിട്ട് പലതരത്തിലും ചോദിക്കും. ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചാൽ അതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യും, എന്ത് തരം ഇമേജാണ്, ഏത് കേസിലാണ് ഇങ്ങനെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്, ഇങ്ങനെ പലതരത്തിലും ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു ടേബിളൊക്കെ വെച്ച് കാണാതെ പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ഓർത്തിരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ഞാൻ പറയുന്നത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് വെക്കുകയാണെങ്കിൽ, മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള എന്ത് കണ്ടീഷനിൽ വരുന്ന ഇമേജ് ഫോർമേഷനും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇമേജ് ഫോർമേഷൻ, കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. ഒന്ന്, ഇമേജിൻ്റെ ടൈപ്പിനെ പറ്റിയും അതിൻ്റെ സൈസിനെ പറ്റിയും അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്.
അപ്പോൾ ആദ്യം ഈ സ്ഫെറിക്കൽ മിററുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇതൊരു കോൺകേവ് മിററാണ്. ഇതൊരു കോൺകേവ് മിറർ ഞാൻ വരച്ചു വെക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഇതാണ് ഒരു കോൺകേവ് മിറർ, ഞാൻ വരച്ചു വെച്ച ഒരു കോൺകേവ് മിറർ. അപ്പോൾ കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ഇമാജിനറി സ്ഫിയർ ഉണ്ടാവും. ഇത് ഫുൾഫിൽ ചെയ്യുന്ന ഇമാജിനറി സ്ഫിയർ ഉണ്ടാവും. ആ സ്ഫിയറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോൺകേവ് മിററുമായിട്ടും കോൺവെക്സ് മിററുമായിട്ട് രണ്ടുമായിട്ടും ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആണ്. ഒന്ന് രണ്ട് ടേംസ് നിങ്ങൾക്ക് പറയാനാണ്. അതായത് ഈ കോൺകേവ് മിററുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകളാണ്. ഈ ഒരു കോൺകേവ് മിററിൻ്റെ സെൻറ്റർ മോസ്റ്റ് പോയിന്റ് ഉണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പോൾ ഓഫ് ദ മിറർ എന്ന് വിളിക്കും. പോൾ ഓഫ് ദ മിറർ മനസ്സിലായോ? ഇനി രണ്ടാമത് ഞാൻ പറയുന്നത് ഇതൊരു ഇമാജിനറി സ്ഫിയറിൻ്റെ ഭാഗമാണെന്നല്ലേ പറഞ്ഞേ. അതിൻ്റെ സെൻറ്റർ മോസ്റ്റ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നു. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നു. അപ്പം രണ്ട് പോയിന്റുകൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ പോളിലൂടെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഞാനൊരു ലൈൻ വരച്ചു. ഈ ലൈനിനെ ഞാൻ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സസ്. പ്രിൻസിപ്പൽ ആക്സസ്. അപ്പോൾ മൂന്ന് ടേംസ് ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞത് നമ്മുടെ മിററിൻ്റെ സെൻറ്റർ മോസ്റ്റ് പോയിന്റിനെ ഞാൻ പോൾ എന്ന് വിളിച്ചു. ടേമാണ് പോൾ. ഇനി ആ ഒരു ഇമാജിനറി സ്ഫിയറിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനിയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ കറക്റ്റ് ആ മിഡ് പോയിന്റ് ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫോക്കസ് എന്ന് വിളിച്ചു. അതായത് പോളിൽ നിന്ന് ഫോക്കസിലേക്ക് എത്ര ദൂരമുണ്ട് അത്ര ദൂരം തന്നെ ഫോക്കസിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുണ്ട്. അതായത് ഈ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ മിഡ് പോയിന്റിലാണ് ഫോക്കസ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ടേംസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പോൾ എന്ന് പറയുന്ന ടേം പറഞ്ഞു, ഫോക്കസ് എന്താണെന്ന് പറഞ്ഞു, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താണെന്ന് പറഞ്ഞു. നമ്മളിനിയും പലപ്പോഴും ഈ ഒരു ഇമേജ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പോളിനെ നമ്മൾ പി എന്ന് പറയുന്ന ടേം വെച്ചിട്ടായിരിക്കും, ഫോക്കസിനെ എഫ് എന്ന് പറയുന്ന ടേം വെച്ചിട്ടായിരിക്കും, സെൻറ്റർ ഓഫ് കർവേച്ചറിനെ സി എന്ന് പറയുന്ന ടേം വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ടേം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ക്ലിയർ ആയിട്ട് ഈ ടേം മനസ്സിലായെങ്കിൽ നമുക്ക് ഇതിനെ വെച്ചിട്ടാണ് ഇമേജ് ഫോർമേഷൻ പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് സിയിൽ വെക്കുമ്പോൾ ഇമേജ് എവിടെ വരുന്നു, ഒരു ഒബ്ജക്റ്റ് എഫിൽ വെക്കുമ്പോൾ ഇമേജ് എവിടെ വരുന്നു, ഒരു ഒബ്ജക്റ്റ് എഫിനും സിയുടെയും ഇടയിൽ വെക്കുമ്പോൾ എവിടെ ഇമേജ് ഫോം ചെയ്യുന്നു, സിയുടെ പുറകിൽ വെക്കുമ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞ ആ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളുക. പോള്, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സസ് എന്താണെന്നും പറഞ്ഞു. ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഫോക്കസിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്നറിയപ്പെടുന്നു. ഫോക്കൽ ലെങ്ത്, പോളിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്നറിയപ്പെടുന്നത്. ഇനി പോളിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. റേഡിയസ് ഓഫ് കർവേച്ചർ ആർ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള ടേംസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിനിയും ബാക്കി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇമേജ് ഫോർമേഷൻ പറയാൻ വേണ്ടി എന്തൊക്കെ അറിയണം എന്ന് പറഞ്ഞു? ടൈപ്പ് ഓഫ് ഇമേജസിനെ പറ്റി അറിയണം, സൈസ് ഓഫ് ഇമേജസിനെ പറ്റി അറിയണം, പൊസിഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഇമേജിനെ പറ്റി അറിയണം. അതായത് ഇനിയും ഇമേജ് ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ പല പൊസിഷനിൽ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പം, സിയുടെ ബാക്കിൽ വെക്കുമ്പോൾ, സിയിൽ വെക്കുമ്പം, ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെക്കുമ്പം, എഫിൽ വെക്കുമ്പം ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, എന്ത് തരം ഇമേജ് ഫോം ചെയ്യുന്നു, വലിയ ഇമേജ് ആണോ, ചെറിയ ഇമേജ് ആണോ, ഏത് ടൈപ്പ് ഇമേജ് ആണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്തറിയണം? ഇമേജുകളുടെ ക്ലാസിഫിക്കേഷൻ അറിയണം. ഇമേജുകളെ നമ്മുടെ പർപ്പസിൽ വേണ്ടി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റിയൽ ഇമേജ് എന്നും വിർച്വൽ ഇമേജ് എന്നും. ഇമേജിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ്, റിയൽ ഇമേജ് എന്നും വിർച്വൽ ഇമേജ് എന്നും. അതിനൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ആക്ച്വൽ റേ ഓഫ് ലൈറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ വഴി ഉണ്ടാവുന്ന ഇമേജിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. യഥാർത്ഥത്തിൽ ഇൻ്റർസെക്ഷൻ നടക്കാതെ ഉണ്ടാവുന്ന ഇമേജിനെ വിളിക്കുന്ന പേരാണ് വിർച്വൽ ഇമേജ്. അത് നമ്മൾ റേ ഡയഗ്രാം ഒക്കെ വെച്ച് വരയ്ക്കുമ്പം ആ ഇമേജുകളുടെ റേസ് തമ്മിൽ ആക്ച്വലി കൂട്ടിമുട്ടി ഉണ്ടാകുന്നതിനെ നമ്മൾ റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നു. അതേസമയം യഥാർത്ഥത്തിൽ റേ ഓഫ് ലൈറ്റ് കൂട്ടിമുട്ടാതെ ഉണ്ടാകുന്ന ഇമേജിനെയാണ് വിർച്വൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഈ രണ്ട് പേരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം, റിയൽ ഇമേജ്, വിർച്വൽ ഇമേജ്. നമ്മൾ നമ്മുടെ പ്ലെയിൻ മിറേഴ്സിൽ ദിവസവും കാണുന്ന
കണ്ണാടി ഉണ്ടല്ലോ, ആ കണ്ണാടിയിൽ കാണുന്ന ഇമേജ് എന്ത് ഇമേജ്? അത് വിർച്വൽ ഇമേജ് ആണ്, റിയൽ ഇമേജ് അല്ല, പകരം വിർച്വൽ ഇമേജ് ആണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ റിയൽ ഇമേജ്, വിർച്വൽ ഇമേജ് എന്ന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ഇമേജ് ആണ് എന്ത് മിററിൽ ഫോം ചെയ്യുന്നതെന്ന് നമുക്കറിയണം. അപ്പോൾ ഒരു ഇമേജിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി സൈസിനെ പറ്റി പറയുമ്പം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസുള്ള ഇമേജ് വേണമെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനേക്കാളും വലിയ സൈസുള്ള ഇമേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനേക്കാളും ചെറിയ സൈസുള്ള ഇമേജ് ഉണ്ടാവാം, അല്ലേ? സൈസ് എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പം ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ഇമേജ് ആണെങ്കിൽ ഈ മാഗ്നിഫിക്കേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് ഇമേജ് എന്ന് പറയാം. ഇനി ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എൻലാർജ്ഡ് ഇമേജ് എന്ന് പറഞ്ഞൂടെ? എൻലാർജ്ഡ് ഇമേജ് എന്ന് പറയാം. ഇനി ഒബ്ജക്റ്റിനേക്കാളും ചെറിയ ഇമേജ് ആണെങ്കിൽ നമുക്ക് പറയാം ഡിമിനിഷ്ഡ് ഇമേജ് എന്നും പറയാം. ഈ ടേംസ് നമ്മൾ ഇനി ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ ജസ്റ്റ് പറയുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഇമേജ് ആണെന്ന് പറയണം, അതിൻ്റെ സൈസ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്, അതായത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ ഈ ടേംസ് വെച്ചായിരിക്കും പറയുന്നത്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ബിയോണ്ട് സിയുടെ പുറകിലാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും അത് നമ്മൾ പഠിക്കണം. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അറ്റ് സി ആണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും. ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും ആണ് നമ്മൾ ഈ ഇമേജ് ഫോർമേഷനിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഒന്ന്, ടൈപ്പ് ഓഫ് ഇമേജ്, റിയൽ ഇമേജ് ആണോ വെർച്വൽ ഇമേജ് ആണോ എന്ന് നമ്മൾ പറയണം. ഇനി അതുപോലെ സൈസ് ഓഫ് ഇമേജ്, വലിയ ഇമേജ് ആണോ ചെറിയ ഇമേജ് ആണോ സെയിം സൈസ് ഇമേജ് ആണോ. പിന്നെ പറയുന്നത് ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും പൊസിഷൻസും പറയണം. ഈ 3 കാര്യങ്ങളാണ് ഇനി വരുന്ന കേസുകളിൽ പല പല കേസുകളിലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് പോകാൻ പോകുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളൊരു കോൺകേവ് മിററിൻ്റെ കാര്യമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ അറിയാൻ വേണ്ടി നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനിലേക്ക് വരാം. ഒന്നാമത്തെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഇവിടെ ഓർമ്മയുണ്ടോ നിങ്ങളോട് പറഞ്ഞത്? ഈ ഒരു പോയിന്റിനെ നമ്മൾ പോൾ എന്ന് വിളിക്കുന്നു, പോൾ അല്ലെങ്കിൽ പി എന്ന് വിളിക്കും, പി ഷോർട്ട് ഫോം. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ സി, ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇതാണ് ഫോക്കസ്. ഇനി അങ്ങോട്ട് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ ഇമേജ് എവിടെ ഉണ്ടായി? കേസ് 1. അതായത് ഒരു കോൺകേവ് മിററിൻ്റെ കേസിൽ ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ ഇമേജ് ഫോം ചെയ്തത് ഫോക്കസിലാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ ഇമേജ് വന്നത് എവിടെയാ? ഇമേജ് വന്നത് ഫോക്കസിലാണ്. വളരെ ദൂരെ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ ഫോക്കസിൽ തന്നെ കൃത്യമായിട്ട് ഇമേജ് ഫോം ചെയ്തു. അവിടെ ഫോം ചെയ്ത ഇമേജ് എന്ന് പറയുന്നത് പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ്, വളരെ ചെറിയ ഇമേജ് ആണ്. അതുപോലെ തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇവിടെ കേസ് ശ്രദ്ധിച്ചോളുക. ഒന്നാമത്തെ കേസ് ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വന്ന് പ്ലേസ് ചെയ്തപ്പം ഇമേജ് ഫോം ചെയ്തത് എവിടെയാണ്? ഫോക്കസിലാണ് ഫോം ചെയ്തത്. എന്ത് തരത്തിലുള്ള ഇമേജ് ആണ്? പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഒന്നാമത്തെ കേസ് പഠിച്ചു, മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോഴാണ് ഫോക്കസിൽ പോയിന്റ് സൈസ്ഡ് ഇമേജ് ഫോം ചെയ്തത്. ഇനിയുള്ള കണ്ടീഷൻസ് ഒക്കെ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ കേസ് 2-ൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കും, സിയുടെ തൊട്ട് പുറകിൽ ഒബ്ജക്റ്റ് വെച്ചു. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അന്നേരം എവിടെ ഇമേജ് ഫോം ചെയ്യുന്നു നമുക്ക് നോക്കാം. എന്ത് തരം ഇമേജ് ആണെന്ന് നോക്കാം, എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പം ഒബ്ജക്റ്റിനെ സിയിൽ കൊണ്ടുവച്ചപ്പോൾ എന്ത് തരം ഇമേജ് ഉണ്ടായി, എവിടെ ഉണ്ടായി നോക്കാം, മൂന്നാമത്തെ കേസ്. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെ സിക്കും എഫിനും ഇടയിൽ കൊണ്ടുവച്ചപ്പോൾ എന്ത് തരത്തിലുള്ള ഇമേജ് ഉണ്ടായി. അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് ഫോക്കസിൽ ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ചപ്പോൾ എന്ത് തരത്തിലുള്ള ഇമേജ് ഉണ്ടായി. ലാസ്റ്റ് കേസ് ഫോക്കസിനും പോളിനും ഇടയിൽ ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ എന്ത് തരത്തിലുള്ള ഇമേജ് ഉണ്ടായി. ഇത്രയും കേസുകൾ മാത്രമാണ് നമുക്ക് കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ അത് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കേസ് പഠിച്ചെങ്കിൽ ഇനി ബാക്കിയുള്ളതെല്ലാം കമ്പയർ ചെയ്ത് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഇനിയും ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ചു. രണ്ടാമത്തെ കേസ് ബിയോണ്ട് സി ഞാൻ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. ബിയോണ്ട് സി ആണ് ഞാൻ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ബിയോണ്ട് സി ഒബ്ജക്റ്റ് വന്നു. കേസ് 2 ഒബ്ജക്റ്റ് ബിയോണ്ട് സിയുടെ പുറകിൽ ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവിടെ ഇരുന്ന ഒബ്ജക്റ്റിനെ സിക്ക് അടുത്തോട്ട് വെച്ചു. അപ്പോൾ ഇമേജ് ഫസ്റ്റ് കേസിൽ ഫോക്കസിലായിരുന്നു, ഇമേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി.
ഈ ഒരു ട്രെൻഡാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഒബ്ജക്റ്റ് ബിയോണ്ട് സി കൊണ്ട് പ്ലേസ് ചെയ്തപ്പം ഇവിടെ ഇരുന്ന ഇമേജ് എങ്ങോട്ട് വന്നു? റിയൽ ഇൻവേർട്ടഡ് ഇമേജ് കുറച്ച് ഇങ്ങോട്ട് വന്നു, മൂവ് ചെയ്ത് വന്നു. അതേസമയം ഒന്നാമത്തെ കേസിൽ പോയിന്റ് സൈസ്ഡ് ആയിരുന്നെങ്കിൽ അടുത്ത കേസിൽ ഒബ്ജക്റ്റ് അടുത്തേക്ക് വന്നപ്പം ഇമേജ് കുറച്ചുകൂടെ വലുതായി, പക്ഷേ ഒബ്ജക്റ്റിൻ്റെ അത്രയും ആയില്ല. ഡിമിനിഷ്ഡ് ഇമേജ് തന്നെയാണ്, പക്ഷെ പോയിന്റ് സൈസ്ഡ് അല്ല, അതിൽ നിന്ന് കുറച്ചുകൂടെ വലുതായി റിയൽ ഇൻവേർട്ടഡ് ഇമേജ് തന്നെയാണ് ഇവിടെയും ഫോം ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ കേസ്. മനസ്സിലായോ? ഒബ്ജക്റ്റ് അടുത്തേക്ക് വന്നപ്പോൾ ഫോക്കസിൽ ഇരുന്ന ഒന്നാമത്തെ കേസിൽ നിന്ന് ഇമേജ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ഇവിടെ ഫോം ചെയ്തത്, ഇമേജ് ഫോം ചെയ്തത്. റിയൽ ഇൻവേർട്ടഡ് ഇമേജ് തന്നെയാണ്, അതേസമയം ഡിമിനിഷ്ഡ് ഇമേജും ആണ്. പോയിന്റ് സൈസ്ഡ് അല്ല, അതിൽ നിന്ന് കുറച്ചുകൂടെ വലുതായി ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ബിയോണ്ട് സി വെച്ചപ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്തു? ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിലാണ് ഇമേജ് ഫോം ചെയ്തത്. എന്ത് തരം ഇമേജ് ആണ്? റിയൽ ഇൻവേർട്ടഡ് തന്നെയാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് തന്നെയാണ് ഇവിടെയും ഫോം ചെയ്തത്. അതേസമയം ഡിമിനിഷ്ഡ് ഇമേജുമാണ്, അതായത് ഒബ്ജക്റ്റിനേക്കാളും ചെറിയ ഇമേജ് ആണ് രണ്ടാമത്തെ കേസിലും ഫോം ചെയ്തത്. ക്ലിയർ ആയോ? ഇനി അടുത്ത കേസ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാം. ഒബ്ജക്റ്റ് വീണ്ടും അടുത്ത് അറ്റ് സിയിൽ ഒബ്ജക്റ്റ് വെച്ചു. ഒബ്ജക്റ്റ് അറ്റ് സിയിൽ വെച്ചപ്പം ഈ ഇമേജ് എങ്ങോട്ട് മൂവ് ചെയ്യും? വീണ്ടും അങ്ങോട്ട് മൂവ് ചെയ്ത് എവിടെ എത്തി? അറ്റ് സിയിൽ തന്നെ വരും എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. മനസ്സിലായോ? ഒബ്ജക്റ്റ് സിയിൽ വെച്ചു, അറ്റ് സി ഒബ്ജക്റ്റ് വെച്ചു, അപ്പോൾ ഇമേജും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് അറ്റ് സി തന്നെ വന്നു. അറ്റ് സി തന്നെ വന്നപ്പോൾ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്തത്. അപ്പോൾ മൂന്ന് കേസുകൾ കമ്പയർ ചെയ്യുമ്പം ഒന്നാമത്തെ കേസിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയായിരുന്നു, ഫോക്കസിൽ പോയിന്റ് സൈസ്ഡ് ഇമേജ് ഉണ്ടായി. രണ്ടാമത്തെ കേസ് അത് അടുത്തേക്ക് വന്നു, ബിയോണ്ട് സിയിൽ ഇരുന്നപ്പം ഇമേജ് കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്ത് സിക്കും എഫിനും ഇടയിലായി, പോയിന്റ് സൈസിൽ നിന്ന് കുറച്ചുകൂടെ വലുതായി, ഡിമിനിഷ്ഡ് ഇമേജ് ആയി മാറി. മൂന്നാമത്തെ കേസ് അറ്റ് സിയിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തപ്പം സിയിൽ തന്നെ ഇമേജ് ഉണ്ടായി, അതേസമയം ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജ് ആണ് ഇവിടെ ഉണ്ടായത്, സെയിം സൈസ് ഇമേജ് ആണ് ഉണ്ടായത്, റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടായത്. അപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് സി വെച്ചപ്പോൾ ഇമേജും അറ്റ് സി തന്നെ ഉണ്ടായി, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടായി, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടായി. അതുപോലെ തന്നെ എന്താ പ്രത്യേകത? സെയിം സൈസ് ഇമേജ്, സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് സൈസ് ഓഫ് ഇമേജ് ആർ സെയിം. അങ്ങനെ സെയിം സൈസ് ഒബ്ജക്റ്റും ഇമേജും ഫോം ചെയ്തു. ഇതാണ് മൂന്നാമത്തെ കേസ്. ക്ലിയർ ആയോ? ഈ പറഞ്ഞൊരു കാര്യം ക്ലിയർ ആയോ? അപ്പോൾ ഇത് മൂന്നാമത്തെ കേസാണ് പറഞ്ഞത്. ഒബ്ജക്റ്റ് അറ്റ് സി, ഇമേജും അറ്റ് സി വന്നു, റിയൽ ഇൻവേർട്ടഡ്. അടുത്ത കേസ് നിങ്ങൾക്ക് തന്നെ പറയാം, അതായത് ഒബ്ജക്റ്റ് സിക്കും എഫിനും ഇടയിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കണം? എന്തായിരിക്കണം ആ കണ്ടീഷൻ? ഒബ്ജക്റ്റിനെ സിക്കും എഫിനും ഇടയിൽ പ്ലേസ് ചെയ്തപ്പം ഇമേജ് വീണ്ടും അങ്ങോട്ട് മൂവ് ചെയ്ത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഫോം ചെയ്തു. സോറി, സി ആൻഡ് എഫ് അല്ല, സി കഴിഞ്ഞിട്ട് ഫോം ചെയ്തു ഇമേജ്. ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചത്, അപ്പം ഇമേജ് എവിടെ ഉണ്ടായി? സി കഴിഞ്ഞിട്ടാണ് ഇമേജ് ഉണ്ടായത്. അതേസമയം ഒബ്ജക്റ്റിനേക്കാളും വലിയ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത കേസ് നോക്കാം. ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഇമേജ് എവിടെ ഉണ്ടായി? കഴിഞ്ഞ കേസിൽ ഇവിടെയായിരുന്നു. അപ്പോൾ സിക്ക് ബിയോണ്ട് വലിയ ഒരു ഇമേജ് ആണ് അവിടെ ഉണ്ടായത്. അതായത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വന്നപ്പോൾ ഇമേജിന്റെ പൊസിഷൻ ബിയോണ്ട് സി വന്നു, ബിയോണ്ട് സി വന്നു. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെയാണ് ഇവിടെയും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെയാണ് ഇവിടെയും. അതേസമയം എൻലാർജ്ഡ് ഇമേജ് ആണ് ഉണ്ടായത്, എൻലാർജ്ഡ് ഇമേജ് ആണ് ഇവിടെ ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്തായിരിക്കും? ഒബ്ജക്റ്റിനെ ഫോക്കസിൽ വെച്ചു, ഒബ്ജക്റ്റിനെ ഫോക്കസിൽ വെച്ചു. അതാണ് അടുത്ത കണ്ടീഷൻ. ഒബ്ജക്റ്റിനെ ഫോക്കസിൽ വെച്ചപ്പം ഇമേജ് എവിടെ ആയിരിക്കും ഉണ്ടാവേണ്ടത്? കഴിഞ്ഞ കേസിൽ ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണ്. അടുത്ത കേസിൽ എന്തായിരിക്കും? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, വളരെ ഇൻഫിനിറ്റിയിൽ വളരെ ദൂരെ വലിയ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് വളരെ വലിയ ഇമേജാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് എഫിൽ വെച്ചപ്പം ഇമേജ് അറ്റ് ഇൻഫിനിറ്റി, അവിടെയും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് തന്നെയാണ് ഉണ്ടാകുന്നത്. അതേസമയം ഹൈലി എൻലാർജ്ഡ് ഇമേജ് ആണ്, ഹൈലി എൻലാർജ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ ഒരു ട്രെൻഡ് മനസ്സിലായി കാണും. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ കേസിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരുന്നു, അപ്പോൾ ഇമേജ് ഫോം ചെയ്ത് എവിടെയാ? ഫോക്കസിൽ അല്ലേ? ഇവിടെ ഒബ്ജക്റ്റ് ഫോക്കസിലാണ്, അപ്പോൾ ഇമേജ് ഫോം ചെയ്തത് ഇൻഫിനിറ്റിയിലാണ്
ഇമേജ് ഫോം ചെയ്തത്. ക്ലിയർ ആയോ? അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ഇമേജ് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് പോയി. ഒബ്ജക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ഇമേജ് ഇവിടെ ഏറ്റവും പോയിന്റ് സൈസ്ഡ് ആയിരുന്നു, ഇവിടുന്ന് വലുതായി ഹൈലി എൻലാർജ്ഡ് ആയി ഇൻഫിനിറ്റിയിലെത്തി. ഇതാണ് നമ്മുടെ ട്രെൻഡ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പം ഇത് 5ാമത്തെ കേസ്. ഒബ്ജക്റ്റ് എഫിൽ വെച്ചപ്പോൾ ഇൻഫിനിറ്റിയിൽ ഇമേജ് വന്നു, റിയൽ ഇൻവേർട്ടഡ് വന്നു, ഹൈലി എൻലാർജ്ഡ് വന്നു. ഈ ഒറ്റ കേസും കൂടെ ഉണ്ട്. ഒബ്ജക്റ്റ് എവിടെ വെക്കുമ്പം ഫോക്കസിനും പോളിനും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? ഈ ഒരു കേസ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അതായത് ഒബ്ജക്റ്റ് ഇത്രയും നേരം ഇൻഫിനിറ്റിക്കും ഫോക്കസിനും ഇടയിൽ എവിടെ വെച്ചപ്പോഴും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഫോക്കസിനും പോളിനും ഇടയിൽ വെക്കുമ്പോൾ മാത്രം ഇവിടെ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് ഉണ്ടാകുന്നത്. ഒരേ ഒരു കണ്ടീഷനിലാണ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സൈഡിൽ മിററിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. എൻലാർജ്ഡ് ഇമേജുമാണ്. എൻലാർജ്ഡ് ഇമേജ് ആണ്, വലിയ ഇമേജ് ആണ്. ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് മിററിൻ്റെ അപ്പുറത്തെ സൈഡ് ബിഹൈൻഡ് ദ മിറർ ആണ് ഫോം ചെയ്യുന്നത്. ബിഹൈൻഡ് ദ മിറർ, മിററിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇതാണ് ലാസ്റ്റ് കണ്ടീഷൻ, നമ്മുടെ 6ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, എപ്പോഴാണ് ഒരു കോൺകേവ് മിററിൽ വിർച്വൽ ഇമേജ് ഉണ്ടാകുന്നത്? ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഒരു കോൺകേവ് മിററിൽ വിർച്വൽ ഇമേജ് ഉണ്ടാവുന്നത്. അത് ഒബ്ജക്റ്റിനെ ഫോക്കസിനും പോളിനും ഇടയിൽ പ്ലേസ് ചെയ്യുമ്പം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് പറയാം. ആദ്യത്തെ കേസ് ഓർത്ത് നോക്കിയേ. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്? എവിടെയാണ്? ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്തു. പോയിന്റ് സൈസ്ഡ് ഇമേജ് ആയിരുന്നു, റിയൽ ഇൻവേർട്ടഡ് ആയിരുന്നു. 2ാമത്തെ കേസ് ഒബ്ജക്റ്റ് ബിയോണ്ട് സി പ്ലേസ് ചെയ്തു, അല്ലേ? ബിയോണ്ട് സി പ്ലേസ് ചെയ്തപ്പം ഇമേജ് എവിടെ ഫോം ചെയ്തു? ഫോക്കസിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ഇമേജ് ഫോം ചെയ്തത്. ഇമേജിന്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെയാണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. 3rd കേസ് ഒബ്ജക്റ്റ് അറ്റ് സി പ്ലേസ് ചെയ്തപ്പം ഇമേജ് എവിടെ ഫോം ചെയ്തു? അറ്റ് സി തന്നെ ഫോം ചെയ്തു. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരുന്നു, അതേസമയം സെയിം സൈസ് ഇമേജ് ആയിരുന്നു അറ്റ് സി വന്നപ്പോൾ, അല്ലേ? ഇനി അടുത്ത കേസ് എന്താ? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇമേജ് ഫോം ചെയ്യുന്നത് ബിയോണ്ട് സി ആണ് ഇമേജ് ഫോം ചെയ്തത്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെയാണ് അവിടെയും ഫോം ചെയ്തത്. എൻലാർജ്ഡ് ഇമേജ് ആണ് അവിടെ ഉണ്ടായത്. ഇനിയും അടുത്ത കേസ് എഫിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എഫിൽ ഒബ്ജക്റ്റ് വെച്ചപ്പം ഇമേജ് ഫോം ചെയ്തത് ഇൻഫിനിറ്റിയിലായിരുന്നു, ഹൈലി എൻലാർജ്ഡ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്തു. ലാസ്റ്റ് കേസ് ഒബ്ജക്റ്റിനെ ഫോക്കസിനും പോളിനും ഇടയിൽ വെച്ചപ്പോൾ വിർച്വൽ ആൻഡ് എറക്റ്റ് ഇമേജ് ഉണ്ടായി, എൻലാർജ്ഡ് ഇമേജ് ഉണ്ടായി. ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോർമേഷൻ നടന്നത്. ഇത്രയും കേസുകൾ മാത്രമേ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് എഴുതാനുള്ളൂ. ഇത്രയും കേസുകൾ അറിഞ്ഞാൽ നമ്മൾ കോൺകേവ് മിററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് ഉൾപ്പെടെ ചെയ്യാൻ എളുപ്പമാണ് ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ. ഈ കോൺകേവ് മിറർ മാത്രമല്ല, നമുക്ക് കോൺവെക്സ് മിററും കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിയർലി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ SL നമ്പർ 1, 2, 3, 4, 5, 6 6 കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ ഒബ്ജക്റ്റ് പൊസിഷൻ എവിടെയായിരുന്നു? ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ ഇമേജ് എവിടെ ഉണ്ടായി? ഫോക്കസിലാണ് ഇമേജ് ഉണ്ടായത്. ഇമേജ് സൈസ് എന്തായിരുന്നു നമുക്ക് പറയാൻ പറ്റുന്നത്? ഡിമിനിഷ്ഡ് ആണ്. പോയിന്റ് സൈസ്ഡ് ഇമേജ്, വളരെ ചെറിയ ഇമേജ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 2ാമത്തെ കേസ് പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്കിയേ. ഇൻഫിനിറ്റി ഒന്നാമത്തെ പൊസിഷൻ. 2ാമത്തത് ബിയോണ്ട് സി. ഒബ്ജക്റ്റ് ബിയോണ്ട് സി വെച്ചപ്പോൾ ഇമേജ് പൊസിഷൻ എവിടെയാണ്? ഫോക്കസിനും സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജ് സൈസ് എന്താണ്? അത് ഡിമിനിഷ്ഡ് തന്നെയാണ്. അതേസമയം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. 3ാമത്തെ കേസ് എന്തായിരുന്നു? അറ്റ് സി ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഇമേജ് അറ്റ് സി തന്നെ ഫോം ചെയ്ത് സെയിം സൈസ് ഇമേജ് ആയിരുന്നു. നേച്ചർ ഓഫ് ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെ. 4ാമത്തെ കേസ് എന്താ പറയുന്നത്? അറ്റ് സി കഴിഞ്ഞു. എന്താണ്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിനും ഇടയിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇമേജ് എവിടെ വന്നു? ബിയോണ്ട് സി. ഇത് മനസ്സിൽ നമുക്ക് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ബിയോണ്ട് സി. ഇമേജിന്റെ സൈസിനെ പറ്റി എൻലാർജ്ഡ്
എൻലാർജ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്തത്. എന്ത് തരം ഇമേജ് ആണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെയാണ്. അഞ്ചാമത്തെ കേസ്, ഒബ്ജക്റ്റ് ഫോക്കസിൽ അറ്റ് എഫ് വെച്ചപ്പോൾ ഇമേജ് ഫോം ചെയ്തത് എവിടെയാണ്? എഫിൽ വെച്ചപ്പോൾ ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്തത്. ഹൈലി എൻലാർജ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്തത്. അവിടെയും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് തന്നെയാണ് ഉണ്ടായത്. ലാസ്റ്റ് കണ്ടീഷൻ എന്താ? ഫോക്കസിനും പോളിനും ഇടയിൽ ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ എവിടെയാണ് ഇമേജ് ഉണ്ടായത്? ബിഹൈൻഡ് ദ മിറർ, മിററിന്റെ പുറകുവശത്താണ്. ഓർമ്മയുണ്ടോ? ഓൺലി കണ്ടീഷൻ ബിഹൈൻഡ് ദ മിറർ ആണ്. ഇമേജ് സൈസ് എന്ന് വെച്ചാൽ എൻലാർജ്ഡ് ആണ്. അതേസമയം എന്ത് തരത്തിലുള്ള ഇമേജ് ആണ്? റിയൽ ഇൻവേർട്ടഡ് അല്ല, പകരം വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇത്രയും കണ്ടീഷൻസ് സിമ്പിളായിട്ട് നമുക്ക് ഓർക്കാൻ പറ്റും. ഇതിനകത്തൊരു ലോജിക് ഉണ്ട്, ഇതിനകത്തൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലാക്കിയാൽ ഇത്രയും, അല്ലെങ്കിൽ നിങ്ങളിത് കാണാതെ പഠിക്കാൻ നോക്കിയാൽ ഒരു കാരണവശാലും നിങ്ങളുടെ മെമ്മറിയിൽ പലപ്പോഴും നിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇത് ഒരു ഓർഡറിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ എന്തിനെ പറ്റിയാണ്? കോൺകേവ് മിററിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇനിയും കോൺവെക്സ് മിററും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കോൺവെക്സ് മിററും കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറയട്ടെ. കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷന് ഒരു സംശയം വേണ്ട. കോൺവെക്സ് മിററിന് എപ്പോഴും വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതേസമയം ഇമേജ് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ഇമേജും ആയിരിക്കും എപ്പോഴും. ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും, ഒബ്ജക്റ്റ് പൊസിഷൻ എവിടെയാണെങ്കിലും, എവിടെ കൊണ്ടുവച്ചാലും, ഇൻഫിനിറ്റിയിൽ വെച്ചാലും, ബിയോണ്ട് സിയിൽ വെച്ചാലും, സിയിൽ വെച്ചാലും, ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ചാലും, എവിടെ ഒബ്ജക്റ്റ് പൊസിഷൻ ഉണ്ടെങ്കിലും ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് തന്നെ ആയിരിക്കും, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഇതാണ് കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ. ഇത്രയേ ഉള്ളൂ. കോൺകേവിൻ്റെത് മാത്രമേ പല കണ്ടീഷൻസ് പഠിക്കാനുള്ളൂ. കോൺവെക്സിൻ്റെ ഒറ്റ കണ്ടീഷൻ, ഒബ്ജക്റ്റ് പൊസിഷൻ എവിടെ ആയിരുന്നാലും ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. അതേസമയം ഡിമിനിഷ്ഡ് ഒബ്ജക്റ്റിനേക്കാളും ചെറിയ ഇമേജുമായിരിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും ഇമേജ് ഫോർമേഷൻ പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റും. ലെൻസസ് ആൻഡ് മിറേഴ്സ് എന്ന് പറയുന്നതിനകത്ത് നിന്ന് കാണാൻ പറ്റും. ചിലപ്പോൾ പ്രോബ്ലംസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമേജ് ഫോർമേഷൻ്റെ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനി കുറേ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ക്ലിയർലി ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇനി ഇങ്ങനെയുള്ള ക്ലാസ്സസ്, ഒരുപാട് റെയിൽവേയുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ദിശ ഓൺലൈൻ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പെയ്ഡ് കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ദിശ അക്കാഡമിയുടെ 4 സെൻറ്ററിൽ വന്ന് നിങ്ങൾക്ക് ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.